എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3 ലോൺ വൂൾഫാണ് കളിക്കാൻ പോണത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ ഗെയിമിലോട്ട് പോവാം. ഇത് ലോഡാവുന്നത് വരെ നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ആ ലൈക്കും കൂടിയും മേടിച്ചേക്കാം. നമ്മൾ ടീമായിട്ടാണ് ലോൺ വൂൾഫ് കളിക്കാൻ എത്തിയിട്ടുള്ളത്. ഫസ്റ്റാണ് ഡെസേർട്ടികളാണ് എടുക്കുന്നത്. നമുക്ക് ഡെസേർട്ടുകൾ കൊണ്ട് 1 ടാപ്പ് അടിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. നന്നായി കളിക്കണം, അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കുറേ ദിവസങ്ങളായി കളിച്ചിട്ട് ഒരാൾക്കൊരു 30 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. സ്റ്റക്കായി നമ്മൾ ഡാമേജൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ടീംമേറ്റാണ് കില്ലെടുത്ത്. നമ്മൾ 1 കില്ല് പോലും എടുത്തിട്ടില്ല. ടീംമേറ്റ് 2 കില്ല് കൊടുത്തു. സങ്കടപ്പെടുന്നു വേണ്ട, നമുക്ക് വീണ്ടും കളിക്കാൻ തുടങ്ങാം. ഇപ്പോഴാണ് കാണാട്ടെ, ഇവനും കളി നിർത്തിപ്പോയോ? 2 ആൾക്കാരും കളി നിർത്തിപ്പോയി. പിന്നെ എന്തിനാണ് നമ്മൾ കളിക്കണേ? വെറുതെ ഇങ്ങനെ അടുത്ത് ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യണുള്ളൂ. അല്ല, അവർ 2 ആളും കളിക്കണില്ല. 2 ആളും കളി നിർത്തിപ്പോയെന്ന് തോന്നുന്നു. ഇവനെന്താ ഇങ്ങനെ ഇട്ടിക്കുന്നത്? വേഗം അടുത്ത് കൂടിപ്പോയിട്ടെ ആ കില്ല് നമ്മളെടുക്കും. നമ്മളിത് ശരിക്കും വെറുതെ കളിക്കുകയാണ്. ആരുമില്ല ഇവിടെ. ഇതും കൂടി അടിച്ചിടാം, ഇവനെയും കൂടി അടിച്ചിടാം. ഓക്കെ, നമ്മൾ 2 കില്ലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കളിക്കാം. ഓക്കെ, വീണ്ടും കളിക്കാം. ഓക്കെ, ഇവൻ ഒരു ഷോട്ട് ഗണ്ണാണല്ലോ എടുത്തുന്നത്. ഇവനല്ല, 2 എടുത്തുന്നത്. ഈ കില്ല് നമുക്ക് കിട്ടണം ഗൈസ്. എന്നാൽ നമ്മൾ ഫസ്റ്റ് അടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് അടിക്കും. ഒന്നുമില്ല, എൻ്റെ ഇൻട്രോ ശരിയല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ജലദോഷമാണ്. ഓക്കെ, നമ്മൾ 2 കില്ലും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഫ്രീ ഫയറും ഗെയിമിംഗ് വീഡിയോ മാത്രമല്ല ഇടുന്നത്, നമ്മൾ മറ്റ് വീഡിയോസും ഇടും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, ആ വീഡിയോസും ഗെയിംസ് എല്ലാം കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു, അപ്പോൾ അത് നമ്മൾ കളിക്കുന്നത്. ഓക്കെ, അടുത്ത 2ാമത്തെ ലോൺ വൂൾഫ് കളിക്കാനായിട്ട് നമ്മൾ പോകുന്നു. അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കും ഞാൻ. എനിക്ക് പറയാനൊന്നും അങ്ങനെ പറ്റുന്നില്ല, സോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഞാൻ പറയുന്നു. ഒരുത്തൻ ഓടി വരുന്നു. ഇവൻ വൈപ്പ്, ഇവനാരും ടീമേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ അവനൊരു 1 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു 1 ടാപ്പ് ശരിയാവുന്നത്. കഴിഞ്ഞ നേരത്തെ കളിയിലൊന്ന് കൊടുത്തു. നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെങ്കിലും ഇതിലിടാം, ഞാനൊന്നും ഇല്ല. എൻ്റെ പേര് ഹൃദയ്, ഞാൻ 5ാം ക്ലാസ്സിലാട്ടോ പഠിക്കണേ. പിന്നെ ബ്രോ അങ്ങനെയൊന്നും വിളിക്കരുത്, ഇഷ്ടം ഇല്ല. അവന് കുത്തിപ്പിടിച്ചത് ഒരു 1 ടാപ്പ് കൊടുക്കാന്നോടെ അവന് കുത്തിപ്പിടിച്ചെടുത്തു. നമ്മൾ ടീമേറ്റ് ആ കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മളൊക്കെ കില്ല് എടുത്ത് നോക്കട്ടെ. നമ്മുടെ ടീമേറ്റും നമ്മൾ ഇങ്ങനെ നിൽക്കുക. അമ്മമാർക്ക് അത്ര കളിക്കാനൊന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ല, ഇത് നടത്തുന്നത്
ഗൺസിൻ്റെ പേരൊന്നും എനിക്ക് അത്ര അറിയണമൊന്നുമില്ല. എൻ്റെ കൂടെ ഞാൻ കളിക്കണമെന്നൊന്നും അറിയില്ല. ആരും നേരെ കളിക്കണേ ഇല്ല. ഇപ്പം കണ്ടോ, നേരത്തെ കളിയിലും മറ്റോമാർ രണ്ടാളും പോയി, ഇതിലും അതെ. എന്താണെന്നാവോ? ഇവൻ കളിക്കണ്ടല്ലോ. പോയി എന്ന് പറഞ്ഞില്ല അപ്പയ്ക്ക്. എന്താ ഞാൻ മാത്രം അങ്ങനെ ടീമേറ്റ് പോകുന്നുണ്ട്. ഇവൻ എന്താ ഈസി ആയിട്ട് കില്ലെടുക്കും. അവൻ അവിടെ വെറുതെ നിൽക്കുകയാണ്. അവന് ഹെഡ് ഷോട്ട് അടിക്കാൻ നോക്കുക. ഓൻ അടിച്ചു ഹെഡ് ഷോട്ട്. ഓന് കില്ലെടുത്തു. നമ്മൾ വെറുതെ പറഞ്ഞു നിൽക്കുക. ഇവന്മാരുടെ ഇതൊക്കെ എങ്ങനെയെന്നാവും? അപ്പം നമുക്ക് ഇപ്രാവശ്യം എന്തായാലും എടുക്കണം, അല്ലെങ്കിൽ പറ്റില്ല. റൈഫിലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇവനെ ഒരു ഹെഡ് അടിക്കാം. ഇവിടെ കേട്ടോ നമുക്ക് അവിടെ വായിക്കാൻ കൊടുത്തു. ഇവനെന്താ ഇവന്മാർക്കെന്താ? ഞാൻ കുത്തിപ്പിടിച്ചെടുത്തണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ കളിയും കൂടി അടിച്ചിട്ടുണ്ട്. ഒരു കളിയും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ചലഞ്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 6 കില്ലും മറ്റേ 4 കില്ലും എടുത്തത്. അടുത്ത കളിയും നമ്മൾ ബൂയി ഇരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചലഞ്ച് ഫെയിലായി പോകും. ഇവൻ പെണ്ണാണല്ലോ. ലൗമീന്നോ? ഒരുത്തൻ്റെ പേരിതാ, എനിമിയുടെ പേര് ലൗമി. ഏതാല്ലേ പേര്? എൻ്റെ ടീം പടക്കാവട്ടോ. പടക്കാവും. നമ്മൾ തോറ്റു എന്നാണ് തോന്നുന്നത്. നമ്മളവന്മാർ രണ്ടുപേരും കുത്തിപ്പിടിച്ച് ലൗമിയ എന്നെ കൊന്ന്. ഇല്ലടാ കള്ള ലൗമി കാണിച്ചേട്ടാ. എടാ കൊല്ലടാ, എൻ്റെ ടീമേറ്റ് അത്ര ശരിയല്ല കേട്ടോ. ഇവരെ കളിക്കാൻ വയ്ക്കില്ലേ? അല്ല ചോമേ, ആ കണ്ടെയ്നറിക്കൊക്കെ അടിക്കുന്നു ഇവള്. ഇവളാണോ അവനാണോ എന്നറിയാം. ഇവിടെ ഒരു ഒളിച്ചൊക്കെ ഇവന്മാരെ കൊണ്ട് തോറ്റു. എടം കളിക്കടാ നേരെ. കണ്ടോ, കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. എന്താ ചെയ്യുക? 2 കളി നന്നായി കളിച്ചു പോയതായിരുന്നു. ലാസ്റ്റ് കളി ഒന്ന് നേരെ കളിക്കണേ. നമ്മളിതിൽ ഫെയിലാവുമെന്ന് തോന്നണം കേട്ടോ. ഈ ചലഞ്ച് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ചാടി ഇതാക്കിയാൽ പോരാ, നേരെ കളിക്കണം കേട്ടോ. അയ്യോ ഗൈസ്, നമ്മളൊരു കില്ലെടുത്ത് നമ്മളൊരുത്തനെ കൊന്നു.
നമ്മളവൻ നൈസായി തീർത്തിട്ടുണ്ട്. ഇല്ല, ഉമ്മി എന്നെ കൊന്നു. നമ്മളൊരുത്തനെ കൊന്നു, നമ്മളൊരു കില്ലെടുത്തിരുന്നു. ചേട്ടാ ഇപ്പം ന്യൂബ് പ്രാങ്ക് ചെയ്യാണോ? എനിക്കിപ്പോൾ ഇപ്പോൾ പ്രോ പ്ലെയർ ആണോ? അല്ല, ആൾക്കാർ ന്യൂബ് പ്രാങ്ക് ചെയ്യില്ലേ? ഓൻ്റെ മറ്റവൻ്റെ ഇവൻ്റെ നെറ്റ് പോയി കിടക്കുകയാണ്. അതാണ് നമ്മൾ പെട്ടെന്ന് കൊന്നത്. ഭാഗ്യം. മറ്റേ ഇവൻ്റെ നെറ്റ് ഇവളുടെ നെറ്റ് വുഡ് പക്കർ എടുക്കാം. ഇവരുടെ നെറ്റല്ലേ ഇപ്പോൾ സ്ലോ ആയത്. നെറ്റ് ഉണ്ടാവില്ല. റേഞ്ചുള്ളടത്തേക്ക് പോയി നിൽക്ക്. ഏത് ഭാഷ? ഒരുത്തനെ ഞാൻ കൊന്നു, ഒരുത്തനെ ഞാൻ തീർത്തു. ഒന്ന് ഹെഡ് ഷോട്ട് അടിച്ചു. തീർത്തല്ലോ അവനെ. 2 HP അവൾക്ക്. അവളുടെ തീർത്ത്. അവൾ പൊളിയാട്ടോ. താങ്ക് യു. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കളിക്കാനറിയില്ലാന്ന്. ക്ഷമിക്കണം. ഓ ഞാൻ എന്തൊക്കെ നിൽക്കണമെന്ന് അറിയാം. യെസ്, ഞാനും അവനെ കൊന്നു. 2 കിടക്കണ കിടപ്പ് കണ്ടോ? ഇപ്പോൾ സമനിലയിലാണ്. 3-3. ഇനി 2 റൗണ്ട് കൂടിയും ജയിച്ചാൽ ഞാൻ പോയി അടിക്കും. എന്നാൽ പിന്നെ എൻ്റെ ചലഞ്ച് കംപ്ലീറ്റഡ്. ഏത് കണ്ണ് നടക്കണം? നമുക്കിതിനെ കാട്ടി കത്തിയാലേ. യെസ്, നമ്മൾ കൊന്നു. ഇനി ഒരു റൗണ്ട് കൂടി ജയിച്ചാൽ ഞങ്ങൾ തോറ്റു. നമ്മൾ തോറ്റെന്ന് തോന്നുന്നു. ഒന്ന് വേഗം കളിക്കും പ്ലീസ് ഒന്ന് കളിക്കേ. അവിടെ നിൽക്കല്ലേ ഞങ്ങൾക്ക് പ്ലീസ് അവിടെ മേലെ കളി അടി വെറുതെ കത്തി വേസ്റ്റാക്കണ്ട കേട്ടോ. വെള്ളെടുത്ത് നിൽക്കാം. തോറ്റു ഗായ്സ്. നമ്മുടെ ചലഞ്ച് ഫെയിലായി. നമ്മുടെ ചലഞ്ച് ഫെയിലായിപ്പോയി ഗായ്സ്. സോറി, ഈ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പം അടുത്ത ചലഞ്ച് നമ്മൾ എന്തെങ്കിലും ചലഞ്ച് കൊണ്ടുവരും. അടുത്ത ചലഞ്ച് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പം ബൈ. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.